Hello മക്കളെ, welcome back to Learning News. So KTU BTech 2024 scheme S2 സ്റ്റുഡൻസ് അപ്പോൾ S1 എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിന് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ S1 ചില എക്സാംസ് കുറച്ച് പേർക്കൊക്കെ ടഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട, എക്സാംസ് കഴിഞ്ഞു. ഇനി നമുക്ക് കമ്മിങ് സെമസ്റ്ററിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിന് എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പർ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് IPR. അപ്പൊ നമ്മുടെ ബിടെക് കോഴ്സുകളിൽ പുതിയതായിട്ടുള്ള ഒരു പേപ്പറാണ് ഈ എഞ്ചിനീയറിംഗ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പേപ്പറാണ്. പക്ഷെ കുറേ സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ട് എന്തിനാണ് ഈ ഒരു പേപ്പർ പഠിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മളൊരു ടെക്നിക്കൽ കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്തിനാണ് ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് ഓൺട്രപ്രണർഷിപ്പും അതേപോലെ IPR എന്താണെന്ന് അറിയാത്തവരുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ പഠിക്കുന്നത് ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചും IPR കുറിച്ചും ഒക്കെ എന്തിനാണ് സെക്കൻഡ് സെമിസ്റ്ററിൽ തന്നെ പഠിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അന്ന് KTU അല്ല, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പൊ അന്ന് നമുക്കൊരു മാനേജ്മെന്റിന്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ഐ തിങ്ക് അത് SYലൊക്കെയാണ്. അപ്പൊ അന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ മാനേജ്മെന്റിന്റെ പേപ്പർ ഒക്കെ പഠിക്കുന്നത്. അത് അന്ന് പഠിക്കാൻ കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തത്. പക്ഷെ പിന്നീട് നമ്മൾ കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു ജോബിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പിലേക്കൊക്കെ വന്ന് സ്റ്റാർട്ടപ്പിലേക്കൊക്കെ വന്നപ്പോഴാണ് അന്ന് അത് നല്ല രീതിക്ക് മനസ്സിലാക്കി ഒക്കെ പഠിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ യൂസ്ഫുൾ ആയിരുന്നേനെ എന്ന് തോന്നിയത്. അതേപോലെ തന്നെ ഉള്ള ഒരു പേപ്പർ തന്നെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആവുന്നുള്ളത് പറയാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൽ ഒരുപാട് പേര് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ആയിട്ട് വരുന്നവരും അതിനുശേഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഓൺട്രപ്രണേഴ്സ് ആവുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം പല ക്യാമ്പസുകളിലും അവിടെ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇന്നോവേറ്റീവ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാം, അതിൽ നിന്ന് എങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ അതൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാം, എങ്ങനെ അത് മാർക്കറ്റിലേക്ക് എത്തിക്കാം എന്നുള്ളതൊക്കെ നിങ്ങൾ കോഴ്സിനോടൊപ്പം തന്നെ, അതായത് നിങ്ങൾ 4 വർഷത്തെ ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേപ്പർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇല്ലെങ്കിലും ചിലപ്പോ നിങ്ങളൊരു ബിടെക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ അറിയാം. അതല്ല നിങ്ങൾ ഇപ്പൊ ആ ഒരു ഫീൽഡിലേ അല്ല, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പും കാര്യങ്ങളും ഒന്നും അല്ലെങ്കിലും നമ്മൾ ഒരു ജോബിൽ നമ്മൾ പോകുന്ന സമയത്ത്, ഒരു കോർപ്പറേറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇത് പലതും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് എങ്ങനെയെങ്കിലും പഠിച്ചു പോകേണ്ട ഒരു പേപ്പർ അല്ല, അതിന്റെ ഇമ്പോർട്ടൻസും കൂടെയാണ് ഞാനത് പറഞ്ഞത്. നമുക്ക് സിലബസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ ഇതിൽ നമുക്ക് മറ്റുള്ള സബ്ജക്ട്സ് പോലെ തന്നെ 4 മോഡ്യൂൾസാണ് വരുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഐഡിയേഷൻ, ഇന്നോവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ്. എന്താണ് ഐഡിയേഷൻ? അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഐഡിയ, അതാണല്ലോ ഒരു പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് ഒക്കെ ആയിട്ട് വരുന്ന. അങ്ങനെയാണ് നമ്മൾ അതൊരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഐഡിയ, എങ്ങനെയാണ് ഇന്നോവേഷൻ വരുന്നത്, അതിന്റെ ഫ്രെയിം വർക്ക് എന്താണ്, ഒരു ഓൺട്രപ്രണറിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം, എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൗ ടു സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ്. അത് പറഞ്ഞപ്പോഴാണ് ഈ ഹൗ ടു സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഫാക്ട്സ് ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അതേപോലെ തന്നെ എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു IPR. IPR എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പാറ്റന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നമ്മുടേതാണ് എന്നുള്ള ഒരു രീതിയിൽ പേറ്റന്റ് ചെയ്യാൻ പറ്റും. പേറ്റന്റ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ട്രേഡ് മാർക്ക്. ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, നമ്മൾ അതിനൊരു പേരിട്ടു, ആ പേര് മറ്റൊരാൾ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ആ പേരിന് സാമ്യമുള്ള ഒരു പേര് വേറൊരാൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് എടുക്കാതിരിക്കാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള അതിനുള്ള കുറെ ലീഗൽ പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, അതേപോലെ കോപ്പിറൈറ്റ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് വേറൊരാളുടെ ഒരു വർക്ക് നമ്മൾ റീയൂസ് ചെയ്യാൻ നമുക്ക് ഒന്നിലേക്ക് പെർമിഷൻ വേണം, അല്ലെങ്കിൽ എന്താണ് അതൊരു കോപ്പിറൈറ്റ് നോട്ടീസ് ഒക്കെ ആയിട്ട് വരും എന്നുള്ളത്. അതേപോലെ തന്നെ ട്രേഡ് സീക്രട്സ് നമുക്കറിയാം. അപ്പോൾ ചില റെസിപ്പീസ് ഒക്കെ നമ്മൾ പറയും, അതിൽ അവരുടേതായിട്ടുള്ള ഒരു ട്രേഡ് സീക്രട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ IPR വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ പിന്നെ വരുന്നത്.
പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒരു സ്ട്രോങ് ടീം ബിൽഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെയാണ് ഐഡന്റിഫൈങ് പെയിൻ പോയിന്റ്സ് ആൻഡ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ്, അതായത് അത് ഐഡിയ ജനറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതായത് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് ഓണ്ടർപ്രണർഷിപ്പിന്റെ ബേസിക്സ്, അതേപോലെ തന്നെ ഐഡിയ ഇന്നോവേഷൻ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ IPR അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ഇനി സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ. നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് കൊടുക്കുകയാണ്. സൊസൈറ്റിയിൽ ഉള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് വേണം നമ്മൾ എപ്പോഴും സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങാൻ. അല്ലാതെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വീണ്ടും നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമോ സർവീസോ പ്രൊഡക്റ്റോ ഉണ്ടാവും, അതിന്റെ എന്തെങ്കിലും പോരായ്മകള് മാറ്റി നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ എന്താണ് കാര്യം, ഓൾറെഡി ഇത് മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോ അങ്ങനെ നമുക്ക് എന്താണോ കസ്റ്റമറിന് ആവശ്യം, അതാണ് കസ്റ്റമർ നീഡ് അസസ്മെന്റ്. കസ്റ്റമറിന് ഇനി എന്താണ് ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരണം. അവിടെ നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. അതേപോലെ കോമ്പറ്റേറ്റീവ് അനാലിസിസ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണ്, അതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ടുവരുന്ന നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയണം. അവരെന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ചെയ്യുന്നത്, അതിലെങ്ങനെയാണ് അവർ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്താണ്, അതിലെന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ, അത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഒരു ഫസ്റ്റ് ഇതിൽ വരുന്ന പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്യാൻവാസ് പ്രിപ്പറേഷൻ. പിന്നെ കസ്റ്റമർ പ്രൊഫൈലിംഗ്, അതായത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാർക്കറ്റ് റിസർച്ച്, നമ്മളൊരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം. എന്താണ് മാർക്കറ്റിൽ ഉള്ളത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നു, അപ്പോൾ ഓൾറെഡി അത് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താണ് പുതിയതായിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട്, നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പോഴും പുതിയൊരു ഫോൺ വരുമ്പോൾ അതിൽ എന്തെങ്കിലും കുറേ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവർ മാർക്കറ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ നമ്മൾ ആ ഫീച്ചർ കാണുമ്പോൾ ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ ആ ഫീച്ചേഴ്സ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ പോയി പുതിയ ഫോൺ മാറ്റിയെടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. കസ്റ്റമർ സെഗ്മെന്റേഷൻ ചെയ്യണം, അതുപോലെ പേഴ്സണൽ ഡെവലപ്മെന്റ്, വാലിഡേഷൻ, ഫീഡ്ബാക്ക്, കമ്മ്യൂണിക്കേഷൻ, മെസ്സേജിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ കോമ്പറ്റീറ്റർ അനാലിസിസ് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസിനോ ഒപ്പം വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്തൊക്കെ ചെയ്യുന്നു, അവരെങ്ങനെയൊക്കെ ചെയ്യുന്നു, അതൊക്കെ നമ്മൾ പഠിക്കണം. ആ ഒരു കമ്പാരിസൺ കൊണ്ടുവരണം. കാരണം നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന സമയത്ത് ആദ്യം അവർ ചിന്തിക്കുന്നത് ഈ കോമ്പറ്റീറ്റർ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഡിഫറെന്റ് ആയിട്ട് തരാനുള്ളത് എന്ന് അവർ ചോദിക്കും. അപ്പൊ നമുക്കത് പറയാൻ സാധിക്കണം. പിന്നെ നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ, പിന്നെ അതിൽ പ്രൈസിങ് അനാലിസിസ്, ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി, അങ്ങനെ ബെഞ്ച് മാർക്കിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് കുറച്ചൊന്നും കൂടെ വരുന്നത്. നെക്സ്റ്റ് വരുന്ന മോഡ്യൂളില് ബിസിനസ് പ്ലാൻ പ്രിപ്പറേഷൻ. അപ്പൊ നമുക്കിപ്പോ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രിപ്പറേഷൻ പാർട്ടാണ് കേട്ടോ ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി ബിസിനസ്സിലേക്ക് നമ്മൾ ഇത് വരുമ്പോഴത്തേക്ക് എഗെയിൻ ബിസിനസ് പ്ലാൻ, അതിനൊരു ഫ്രെയിം വർക്ക് വേണം, മാർക്കറ്റ് അനാലിസിസ്, നമ്മളുടെ പ്രോഡക്റ്റിന്റെ സർവീസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസിനോ കൃത്യമായ ഒരു ഐഡിയ, ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തന്നെ വേണം. ഓക്കെ, എങ്കിലേ കൃത്യമായ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. വെറുതെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറെ നാളെ എല്ലാവരും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഈ സർവീസിനോ വേണ്ടി വരില്ല. നമ്മൾ കൃത്യമായിട്ട് സെയിൽസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യണം. ഇനി സെയിൽസും മാർക്കറ്റിംഗും മാത്രം ചെയ്താൽ മതിയോ? നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി, നമ്മളത് മാർക്കറ്റ് ചെയ്തു, കുറെ പോസ്റ്റേഴ്സും ആഡും ഒക്കെ കൊടുത്ത് നമ്മൾ മാർക്കറ്റ് ചെയ്തു, കുറെ സെയിൽസ് ടീമിനെ വിളിച്ച് നമ്മൾ കുറെ പേരെ വിളിച്ച് ഈ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു. ഇതിന്റെ ഓപ്പറേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണ്ടേ? അപ്പോ അതിന് ഒരു ഓപ്പറേഷൻ ടീമും അതിന്റെ പ്ലാനും വേണം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വേണം, അല്ലെ? അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസും അതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ ഒബ്വിയസ്ലി സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ, ഓണ്ടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അവിടെ റിസ്ക് ഉണ്ടാവും.
ഓക്കെ, പ്രോഫിറ്റ് ലോസ് എന്നുള്ളത് എപ്പോഴും പാരലൽ ആയിട്ട് പോകുന്ന കാര്യമാണ്. അപ്പൊ അവിടുത്തെ റിസ്ക് അത് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ മാത്രമല്ല, അല്ലാതെയുള്ള ഇന്റേണൽ മാറ്റേഴ്സിലും കാര്യങ്ങളിലും ഒക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും ഒക്കെയൊക്കെ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ടാവും. അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. ഫൈൻ. പിന്നെ വരുന്ന പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് പ്ലാൻ പ്രിപ്പറേഷൻ ആണ്. അതായത് പ്രോട്ടോടൈപ്പിലേക്ക് നമ്മളുടെ ഒരു പ്ലാൻ നമ്മൾ കൊണ്ടുവന്ന് അത് നമ്മളൊരു പ്രോട്ടോടൈപ്പ് ആക്കി മാറ്റണം. അവിടെ അതിന് കുറെ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ എന്തൊക്കെയാ റിക്വയർമെന്റ്, അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ ടെസ്റ്റിംഗ്, അത് പ്രോഡക്റ്റിലാണ് ഇത് കൂടുതലും വരുന്നത്. സർവീസിലും വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഡോക്യുമെന്റേഷൻ, വേർഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരും. ഇപ്പോ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സ് പല ക്യാമ്പസിലും ഉണ്ട്. അതേപോലെ നമുക്ക് കുറെ പിച്ചിങ് ഫെസ്റ്റിവൽ, ഇപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ കുറെ അധികം പിച്ചിങ് ഫെസ്റ്റ് ഉണ്ടാവും. അതായത് നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഒരു ഐഡിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനും, അപ്പൊ അതിൽ നമുക്ക് നമ്മളുടെ നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അതിന് നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം, എങ്കിലാണ് നമുക്ക് അവിടെയൊക്കെ അത് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് തേർഡ് മോഡ്യൂളിൽ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ അതിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതായത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജീസ്. നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യണം എന്ന് വിചാരിച്ചു, അത് കസ്റ്റമറിലേക്ക് എത്തണം അല്ലേ? അപ്പൊ കസ്റ്റമറിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മളെ അതിന് വേണ്ടി, ആ കസ്റ്റമറിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റേഴ്സ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീൽ ചെയർ നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ട് ഇഷ്യൂസ് ഉള്ളവർക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു AI കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു വീൽ ചെയർ ചെയ്യാന്ന് വിചാരിക്കാം. നമ്മളത് പ്രോട്ടോടൈപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നല്ല കോസ്റ്റ് ആവും. പക്ഷെ നമുക്ക് ഇതൊരു കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യക്കാരിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ നമുക്ക് എന്താണ് അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ബൾക്കായിട്ട് പ്രൊഡക്ഷൻ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് അവിടെ ചിലപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഫുൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. ആസ് എ സ്റ്റുഡന്റ് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തണം അല്ലെ? ഇൻവെസ്റ്റേഴ്സ് വേണ്ടി വരും, പാർട്ട്നേഴ്സ് വേണ്ടി വരും. പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ടൈപ്പ് ഓഫ് വർക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് പാർട്ട്നേഴ്സ് ആയിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് അഡ്വൈസേഴ്സ് വേണം, മെന്റേഴ്സ് സപ്പോർട്ട് വേണം. മെന്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ട്രാക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പൊ ഇവരിൽ കൂടെയൊക്കെയാണ് നമുക്ക് ഇതിനെ കസ്റ്റമറിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ മൊബൈൽ ഫോണിന്റെ എക്സാമ്പിൾ പറഞ്ഞു, വീൽ ചെയറിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഇങ്ങനെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ സക്സസ്ഫുൾ ആവുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളത്. അത് കൃത്യമായി നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാം. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് സക്സസ് ആവണമെന്നില്ല. പിന്നെ അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും സക്സസ് ആവുന്നത്. അപ്പൊ അതിലൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സോ ആസ് എൻ ഓൺടർപ്രണർ എനിക്കും ഇതിനകത്ത് ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്. സോ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹൗ ടു സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാം. അത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മളെ എസ്റ്റൂടെ നമ്മൾ കോഴ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കോഴ്സുകളിൽ ഇതെല്ലാ ബ്രാഞ്ചിനും ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതും ആപ്പിലും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസിന്റെ PDF-ഉം നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. ഓക്കെ, സോ നമ്മളെ ലേണിംഗ് എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.